കുരിശിൻ്റെ ആത്മീയതയെ പുണരാനായിട്ട് പരിശ്രമിക്കുക. സഹനത്തിൻ്റെ ആത്മീയതകളെ പുണരുമ്പോഴാണ് ജഡത്തിൻ്റെ തെറ്റുകൾ നമ്മിൽ നിന്ന് വിട്ടുപോകുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറിയത്തിൻ്റെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ മോൺഫോർട്ട് നൽകുന്ന ഒരു സന്ദേശമുണ്ട് നമുക്ക്. അതിപ്രകാരമാണ്: മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ ജീവിക്കുന്ന ആത്മാവ് സ്വന്തം ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾക്കല്ല, ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് കീഴ്വഴങ്ങും. മോൺഫോർട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, ലൂയി മോൺഫോർട്ട് കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്, ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന മക്കൾ അറിയുക, മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് തൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ അല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് കീഴ്വഴങ്ങും. എന്താണ് ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾ? അതുകൊണ്ട് വചനം പറയുന്നുണ്ട്, ജഡത്തിൽ ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയരായി ജീവിക്കുന്നവരോ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ ജഡത്തെ നിയന്ത്രിക്കുന്ന ഒരു ആത്മീയ അഭ്യാസങ്ങൾ, പ്രാർത്ഥനാ ജീവിതം, ഫോണുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് കൂടുതലായിട്ട് ഈശോയെ ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒരിക്കൽ ഒരു യുവാവ് എന്നോട് പറഞ്ഞു തോർക്കാണ്, അച്ഛാ എനിക്ക് മനസ്സിലായി എൻ്റെ പാപം മാറാൻ എൻ്റെ മൊബൈലിലെ ചില ആപ്പുകൾ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത് നിനക്ക് പിന്നെ ഇൻസ്റ്റാൾ ചെയ്തൂടെ? അപ്പം ഞാൻ പറയും, ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എൻ്റെ മരണകാരണമാണെങ്കിൽ ഞാൻ എന്തിന് അത് ഇൻസ്റ്റാൾ ചെയ്യണം? അങ്ങനെ ഞാൻ മരിക്കുമെന്നുള്ളൊരു ഭയം ഈ പാപത്തിൽ നിന്നുണ്ടായപ്പോൾ ഈ പാപത്തെ ഒരിക്കലും ഞാൻ തുറന്നു വിടാറില്ല. പ്രിയപ്പെട്ട, അങ്ങനെ ആ പയ്യൻ അവൻ്റെ ജീവിതത്തിൽ ഈ പാപത്തെ ഉപേക്ഷിക്കാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, ഈ ജഡികാസക്തിയുടെ ജീവിക്കാൻ, അത് തോൽപ്പിക്കാൻ നമുക്ക് പ്രതിവിധികളുണ്ട്. ഒന്നാമത്തെ പ്രതിവിധി, ജഡത്തിൻ്റെ ദുരാശകളെ തോൽപ്പിക്കാനുള്ള ഒന്നാമത്തെ പ്രതിവിധി, മനുഷ്യ ശരീരത്തെ മഹത്വപ്പറ്റി ബോധ്യപ്പെടുക. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകുക. എൻ്റെ ശരീരം എൻ്റെ അല്ല, എൻ്റെ ദൈവം എനിക്ക് തന്ന ആലയമാണ്. 2, ഈ വിഷയത്തെക്കുറിച്ച് സത്യം തിരിച്ചറിയുക. ലൈംഗികത ഒരു മോശമായ കാര്യമല്ല, അത് വിശുദ്ധമാണ്. വിശുദ്ധിയോടെ ചെയ്യുന്നവർക്ക് അത് എന്നും വിശുദ്ധമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വിശുദ്ധമായിട്ട് ഇതിനെ കാണാനായിട്ട് പരിശ്രമിക്കുക. 3, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ വരുന്ന അശ്ലീല കാഴ്ചകൾ, കേൾവികൾ, വായനകൾ, സംസാരങ്ങൾ, കലാപ്രകടനങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക. ശരീരത്തെ പ്രകടിപ്പിക്കുന്ന കലാപ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. കണ്ണിന് ഈ ദുരാശയുടെ ആക്രമണം ഉണ്ടെന്നറിയുക. അപ്പോൾ കണ്ണടയ്ക്കേണ്ടത് കണ്ണടയ്ക്കുക. അനേകം കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, മക്കളെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാണാതിരുന്നൂടെ? അച്ഛാ, അത് കാണുമ്പോൾ കണ്ണടയ്ക്കാൻ തോന്നില്ല. അപ്പം ഞാനൊരു കല്ലെടുത്തിട്ട് അവരുടെ കണ്ണിലേക്ക് എറിയാൻ നോക്കും. മക്കളെ, ഇപ്പം നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പം ഞങ്ങൾ കണ്ണടച്ചു. ഈ കണ്ണ്, നിങ്ങളുടെ കണ്ണിലേക്ക് ഈ കല്ലെറിഞ്ഞ കല്ല് കൊള്ളും, കണ്ണ് മുറിയുമെന്ന് നിങ്ങൾക്കുള്ളിലൊരു ബോധ്യമുണ്ടെങ്കിൽ ഈ കാണുമ്പോൾ കണ്ണടയ്ക്കാനല്ലേ ഈ ദൈവം കൺപോളകൾ തല്ലേ? കരട് കയറാതിരിക്കാൻ കണ്ണടയ്ക്കുന്നൊരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്നും കരടായിത്തീരുന്ന ഒരു കരടിനെ കാണുമ്പോൾ അത് കണ്ണടക്കം പാലിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജഡം നമ്മെ തോൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, 4, പഞ്ചേന്ദ്രിയങ്ങളെ കർശനമായി നിയന്ത്രിക്കണം. എൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കരുത് ഞാനും നിങ്ങളും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം നിയന്ത്രിക്കാൻ തന്ന അവയവങ്ങളെ നമ്മൾ നിയന്ത്രിക്കാതിരുന്ന ലോകം അതിനെ നിയന്ത്രിക്കാൻ തുടങ്ങും. 5, ഭക്തി അനുഷ്ഠാനങ്ങൾ നമ്മൾ ഇനി അഭ്യസിക്കണം. ചില ഭക്താനുഷ്ഠാനങ്ങൾ നമ്മൾ അഭ്യസിക്കണം. ഒരിക്കൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞതാ, അച്ഛാ, ഞാൻ ഒത്തിരി തെറ്റായ ചിത്രങ്ങൾ കണ്ട് എൻ്റെ ശരീരം മുഴുവൻ അശുദ്ധമാണ്. അങ്ങനെ ഞാനിത് വേണ്ടെന്ന് വെച്ചിട്ടും എനിക്ക് ഉറങ്ങുമ്പോൾ ഈ അസ്വസ്ഥത തോന്നാം. എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. പുസ്തകം എടുത്ത് പഠിക്കാനിരിക്കുമ്പോഴും ഈ തെറ്റായത് കണ്ടത് മുഴുവൻ പിന്നെയും വരാം. അങ്ങനെ ഇവൻ പറയാ, ഒരു ദിവസം ഞാൻ ചെയ്തതെന്നറിയോ? അച്ഛാ, ഞാൻ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി, എന്നിട്ട് കണ്ണടച്ചിരിക്കും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയതേ, എൻ്റെ കൺമുമ്പിൽ ഈശോയുടെ തിരുവോസ്തിയുണ്ട്, ഈശോയുടെ തിരുശരീരമുണ്ട്. അങ്ങനെ ഇവൻ 33 ദിവസം ഇതുപോലെ ഒരു വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിയപ്പോൾ കൊച്ചു പറഞ്ഞ അനുഭവം, എല്ലാ ദിവസവും ഈ ദിവ്യകാരുണ്യം നോക്കി 33 ദിവസം എൻ്റെ മനസ്സിൽ ഇത് പതിപ്പിച്ചുറപ്പിക്കാൻ, ഈശോയുടെ തിരുമുഖം പതിപ്പിച്ചുറപ്പിക്കാൻ അവൻ പ്രാർത്ഥിച്ചു. പിന്നീട് അവൻ പറയാ, പിന്നീട് ഒരിക്കലും അച്ഛാ എനിക്ക് ഒരു സ്ത്രീയെ കാണുമ്പോഴോ ഒരു ഫോണിൽ നോക്കുവാനോ താല്പര്യമില്ലാതെയായി. കാരണം എൻ്റെ ഉള്ളു മുഴുവൻ ക്രിസ്തുവിൻ്റെ മുഖച്ഛായ വന്നു. എൻ്റെ ഹൃദയത്തിൽ കണ്ണടയ്ക്കുമ്പോഴും ഉറങ്ങുമ്പോഴും യേശുവിൻ്റെ തിരുമുഖത്തെ ധ്യാനിക്കാൻ, വെറോനിക്കയെ പോലെ തിരുമുഖം തുടച്ചെടുക്കുന്ന പോലെ ഇന്ന് നമ്മുടെ കാഴ്ചപ്പാടുകളെ ഈ 6-ാം ദിവസം നമ്മൾ മാറ്റാൻ പരിശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, 2, ഈ ജഡത്തിൻ്റെ ദുരാശ കൊണ്ടുവന്നത് ഭോജനപ്രിയമാണ്.
അനേകർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അമിതമായ ഈ ഭോജനപ്രിയം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലെ ഈ മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനത്തിൽ ഒരു ഡോക്ടർ വന്ന് ക്ലാസ് എടുക്കുകയാണ്. ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, പലർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം ചില ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ആ ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതിരിക്കാൻ അതിലുപയോഗിക്കുന്ന കെമിക്കൽസ്. എന്നിട്ട് അദ്ദേഹം പറയുക, ചിലപ്പോൾ ചില ഭക്ഷണങ്ങളിൽ ഹൈ സെക്ഷ്വാലിറ്റിയും ലോ മോട്ടിലിറ്റിയാണ്, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ. ഇന്ന് അനേകർക്കുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളെല്ലാം നല്ലതെന്ന് കരുതുമ്പോൾ പലതും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. പലതും നമ്മൾ ഭക്ഷണങ്ങൾ നീട്ടിവെച്ച് കഴിക്കുമ്പോൾ എടുത്ത ഭക്ഷണം ചൂടാക്കുന്നു, ഫ്രിഡ്ജിൽ വയ്ക്കുന്നു, പിന്നെയും എടുക്കുന്നു, ചൂടാക്കുന്നു, പിന്നെയും വയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശാസ്ത്രവും അതുപോലെ മെഡിക്കൽ ശാസ്ത്രവും പഠിപ്പിക്കുന്നത് ക്യാൻസർ വരാൻ ഇത് തന്നെ കാരണമാണ്. നമ്മൾ പലതും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നല്ലതാണോ എന്ന് ചിന്തിക്കാറില്ല. എന്നാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഭക്ഷണങ്ങളെ വെറുക്കുകയും എവിടെയോ തെരുവുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അമിത വില കൽപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഭോജനപ്രിയം അനേകർക്ക് ജഡത്തിൻ്റെ ദുരാശ വരുന്നു. ചില കുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യുവജന ധ്യാനം നടത്തും, പക്ഷേ ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു ലഹരി പോലെയാണ് ഈ ഭക്ഷണം. ഉച്ചതിരിയുമ്പോൾ ഇത് കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത. പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ഈ അസ്വസ്ഥത എന്താണ്. എന്നെ വർഷങ്ങളെടുത്തു എന്ന് പറയണേ. അനേകം മക്കൾ ഹന്നാവെള്ളം കുടിച്ച് പ്രാർത്ഥിച്ച് ആ കെട്ടഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട നമ്മൾ തിരിച്ചറിയണേ, നമ്മുടെ ജീവിതത്തിൽ ചില ഭക്ഷണങ്ങൾ വരുത്തുന്ന അമിത പ്രാധാന്യങ്ങൾ, നമുക്ക് ചില നോമ്പുകൾ, പ്രാശ്ചിത്യങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഭോജനപ്രിയം നമുക്കുണ്ടാക്കുന്ന ഹീനത, ഒന്ന്, ഉപവാസത്തെ പുച്ഛിക്കാൻ തുടങ്ങും. ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ഈ വർഗം നമ്മിൽ നിന്ന് വിട്ടുപോകില്ലെന്ന് വചനം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കൊച്ചു കൊച്ചു ഉപവാസങ്ങൾ, പരിത്യാഗങ്ങൾ ചെയ്യാൻ പറ്റും. നോമ്പുകൾ നമുക്ക് നഷ്ടമാകും. നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ ഈ ആഘോഷങ്ങൾക്ക് വലിയ പ്രാധാന്യം വരുമ്പോൾ നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രമരഹിതമായ ആസക്തികളോടെ ഭക്ഷിക്കുന്ന അനേകര് ഈ ലോകത്തുണ്ട്. ക്രമരഹിതമായ ചില ഭക്ഷണങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ കൃപ വേണം.